السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മൾ ഷാക്കിർ മൗലവിയുടെ സംസാരം കേട്ട ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാവരും. ആ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ബുദ്ധിമാന്മാരുടെ കൂടെ ആകണം. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇവിടെ സൂചിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുർബലരുടെ കൂടെ ആകരുത്. അതിനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് മക്കയിലെത്തിയിട്ടുള്ളത്. ഷാക്കിർ മൗലവി സൂചിപ്പിച്ചതുപോലെ കോടാനുകോടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ ഒന്നാമതായി മുസ്ലിം എന്നുള്ള നിലക്ക് തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. ആ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമായി ലഭിച്ചതാണ്. ഈ ദുനിയാവിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്കെല്ലാം, നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളുണ്ട്. അല്ലാഹുവിന്റെ നിഅമത്തുകൾ. ആ നിഅമത്തുകൾ ഓരോന്നും അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ആ റഹ്മത്ത് പൂർണ്ണമായും പ്രകാശിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പൂർണ്ണത അനുഭവിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഷാക്കിർ മൗലവി സൂചിപ്പിച്ചത്. അനുഗ്രഹം നമ്മൾ, അള്ളാഹിന്റെ റഹ്മത്ത് നമ്മൾ എത്രത്തോളാണ് അനുഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഞാനടക്കമുള്ള നമ്മളെല്ലാം ജീവിതത്തിന്റെ ഓരോ എന്താ പറയാ ദുർബലതകളിൽ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെ പോവാണ്. അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോവാണ്. ഒരു അസറുണ്ട്. അസർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതല്ല, സ്വഹാബിമാർ പറഞ്ഞ ഒരു കാര്യം. പരലോകത്ത് മുൻപുള്ള സമുദായങ്ങളിൽ വെച്ച് ഒരാളെ ഏറ്റവും നല്ല ആബിദായ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് ഒരുപാട് അടുത്തൊരു മനുഷ്യനെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് അയാളുടെ മുന്നിൽ അയാൾ ചെയ്ത ഇബാദത്തുകൾ, അയാൾ ചെയ്ത നന്മകൾ, അതെല്ലാം തന്നെ ഒരു വലിയ മലയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മലയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അയാളോട് ചോദിച്ചത്രേ, ഇത് മുഴുവനും താങ്കളുടെ സൽക്കർമ്മങ്ങളാണ്, അമലു സാലിഹാത്ത്. ആ സൽക്കർമ്മങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ സ്വർഗത്തിൽ പോകണമോ അതല്ല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് താങ്കൾ സ്വർഗത്തിൽ? അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ സൽക്കർമ്മങ്ങൾ കണ്ട
സന്തോഷത്തിൽ പറഞ്ഞുപോയി, അല്ലാഹു എന്റെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമായി എനിക്ക് സ്വർഗം നൽകണം. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു തുലാസ് ഹാജരാക്കണം. എന്നിട്ട് അദ്ദേഹം ചെയ്ത സകല സൽക്കർമ്മങ്ങളെയും ഒരു തട്ടിൽ വെച്ചു. മറ്റേ തട്ടിൽ അദ്ദേഹത്തിന് നൽകിയ കണ്ണ് എന്ന അനുഗ്രഹത്തെ മാത്രം വെച്ചു. ആ കണ്ണ് എന്ന അനുഗ്രഹത്തെ വെച്ചിട്ട് ചെയ്ത സൽക്കർമ്മങ്ങളെ മുഴുവനും തൂക്കിയപ്പോ ആ കണ്ണ് എന്ന അനുഗ്രഹം കൂടുതൽ തൂക്കം ഉണ്ടായതായി ആ തുലാസ് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞതിന്റെ ആ വലുപ്പം, അതിന്റെ ഗൗരവം. അദ്ദേഹം ഉടനെ തന്നെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചത്. പറഞ്ഞത്രേ, അതാ നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ സ്വർഗ്ഗം. ഞാനിതിവിടെ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഈ റഹ്മത്തിന്റെ ഇതുണ്ടല്ലോ, നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ മൂക്കിലൂടെ, നമ്മുടെ നാവിലൂടെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലൂടെ, നമുക്ക് നൽകിയ ധനത്തിലൂടെ, നമുക്ക് നൽകിയ പൊസിഷനിലൂടെ, നമുക്ക് നൽകിയ അധികാരത്തിലൂടെ, നമുക്ക് നൽകിയ ഓരോ കാര്യങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ, അതിനൊന്നും തുല്യാവണില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൽക്കർമ്മങ്ങളൊന്നും തന്നെ. ആ അവന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുക. ആ കാരുണ്യത്തിന് നമ്മൾ അർഹരാണ്. ആ കാരുണ്യത്തിന് ഞാനും നിങ്ങളും അർഹരാണ്. അള്ളാഹു അങ്ങനെ അർഹരാകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഷാക്കിർ മൗലവി വിഷയങ്ങൾ വളരെ നമ്മുടെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞു പോയത്. തൗബ കൊണ്ട് നമ്മുടെ ജീവിതത്തെ കഴുകാൻ നമുക്ക് കഴിയണം. അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സ്വർഗം ചോദിച്ച് വാങ്ങാൻ നമുക്ക് സാധിക്കണം. അതിനാണ് അറഫ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അത് നമ്മൾ പടച്ചവൻ വിളിച്ചപ്പോ, അതിഥികളായി വിളിച്ചപ്പോ പ്രസൻസാർ എന്ന് പറഞ്ഞു വന്നവരാണ്. ലബ്ബൈക്ക് പറയുന്നത് മുതൽ നമ്മൾ അതാണ്, നമ്മളെ പ്രസൻസ് ആണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിയ ആളുകളെല്ലാം, എല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരും, അവര് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോടാനുകോടി മനുഷ്യരിൽ നിന്ന് മുസ്ലിമാകാൻ തെരഞ്ഞെടുത്തത് കോടികളിൽ, ഈ വർഷം ഹജ്ജിനു വേണ്ടി തെരഞ്ഞെടുത്തത് ഓരോ നമ്മളെയെല്ലാം. ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയത്. നമ്മുടെ അടുത്ത് സമ്പത്തുണ്ട്. തീർച്ചയായും നമ്മൾ ഹജ്ജിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനാവശ്യമായ സ്വത്തുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അവിടെ അങ്ങനെ അപ്ലൈ ചെയ്യാതെ ആളുകളിൽ ഒരുപാട് ആളുകളില്ലാതെ, നമ്മളിൽ നിന്ന് നമ്മളെപ്പോലെ ഹജ്ജിനു വേണ്ടി ആഗ്രഹിച്ച് അപ്ലൈ ചെയ്ത് പണമടച്ച് കാത്തിരുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ റിജക്ട് ചെയ്യപ്പെട്ടു. അതിൽ നിന്നെല്ലാം മാറി, അതിൽ നിന്നെല്ലാം അങ്ങനെ നമ്മളെ ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയ വലിയൊരു അവസരമാണ്. അവസരം ഉപയോഗിക്കണം എന്നുള്ളത്. ഏത് സമയത്ത് തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയമാകാൻ കഴിയുന്ന രൂപത്തിൽ തിരിച്ചു പോകണം. ഇവിടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്കത്തരം വിഷയങ്ങൾ കുറേയെല്ലാം ചർച്ച ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്, ആ ജീവിതത്തിന്റെ കണക്ക് നോക്കാൻ നമുക്ക് കഴിയണം. വരാനുള്ള ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. തിന്മ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നന്മ നിറഞ്ഞ ജീവിതമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമാക്കണം. അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമാക്കാൻ അള്ളാഹുവിന്റെ പാശത്തെ, അള്ളാഹുവിന്റെ കയറിനെ പിടിക്കാൻ പറ്റണം നമുക്ക്.
അള്ളാഹു ആകാശത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഇട്ട് തന്നൊരു കയറുണ്ട്. ആ കയറാണ് പരിശുദ്ധ ഖുർആൻ. മുറുകെ പിടിക്കാൻ പറ്റണം, നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണം. നമുക്ക് അള്ളാഹുവിന്റെ ആ ഖുർആൻ പിടിക്കാൻ കഴിയണമെങ്കിൽ ആ ഖുർആനിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട ബോധം മാറണം. അത് നമുക്ക് വേണ്ടി അള്ളാഹു ഇട്ട് തന്ന കയറാണ് എന്ന പൂർണ്ണമായ ബോധത്തോടുകൂടി നമുക്ക് പിടിക്കാൻ പറ്റണം. ആ ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതിന് കഴിയണം. ആ ബോധ്യം കേവലം ജന്മനാ ലഭിച്ച പരിശുദ്ധ ഖുർആനിനെ കുറിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച ഒരു വിശ്വാസമായി ഉണ്ടായ പോരാ. അത് നമ്മുടെ ഉള്ളിൽ തട്ടിയ ബോധ്യമാവണം. അതിന് ഖുർആനായിട്ട് നമ്മൾ അടുക്കണം. എനിക്കിവിടെ ഇന്ന് ആകെ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഖുർആനിന്റെ ബോധ്യത്തോടുകൂടി സ്വീകരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഖുർആൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നതല്ല. അപ്പൊ മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഉണ്ടോ ഇല്ലേ? ഉണ്ടാകും. ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യങ്ങളിൽ 5-ാമത്തെ കാര്യമായിട്ട്. മാലിക് യൗമുദ്ദീൻ നമ്മൾ ദിവസേന 17 തവണ നിർബന്ധമായും ആവർത്തിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് നമുക്ക് അറിയാം. പക്ഷേ അത് നമ്മുടെ ബോധ്യത്തിൽ ഒരു കൺവിക്ഷൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, എത്തിയിട്ടുണ്ടോ? ഖുർആൻ പറയുന്നു എന്നതാണ് മരണാനന്തര ജീവിതം ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ്. വേറെ തെളിവൊന്നുമല്ല. ഖുർആൻ പറയുന്നു എന്നതാണ് മരണാനന്തര ജീവിതം ഉണ്ട് എന്നതിന് തെളിവ്. ഇപ്പോൾ നമ്മൾ മരണപ്പെടുന്നു, നമ്മൾ ഉറങ്ങുന്നു. നമ്മൾ ഇന്ന് രാവിലെ പലരും സുബഹിക്ക് ശേഷം ഉറങ്ങി. ആ ഉറക്കം ഈ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയ വിടവാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ പിന്നെ ഒന്നുമില്ല. ഉറക്കം തുടങ്ങി. നമ്മൾ ഉണരുമെന്ന പ്രതീക്ഷയോടുകൂടി ഉറങ്ങി. നമ്മൾ ഉണർന്നു, ക്ലാസ് ഉണ്ട്, 9 മണിക്ക് 9 മണിക്ക് ഉറന്നു, ഫ്രഷായി. ആ ഉറക്കം നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഉറക്കത്തിൽ സംഭവിച്ച റൂഹ് കടന്നുപോയിട്ട് തിരിച്ചു വന്നതുകൊണ്ടാണ് നമ്മൾ എണീറ്റത്. നമ്മുടെ അനുഭവം ഉറക്കത്തിലേക്ക് നമ്മൾ പോയി, അല്ലെ? നമ്മുടെ ശരീരം ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മുടെ ആത്മാവില്ല, ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഉണ്ടായി. ആ ഉറക്കം നീണ്ടുപോയി. ആ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങൾ കണ്ട് അവസാനം ഉണരുന്നത് അള്ളാഹുവിന്റെ സന്നിധിയിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദ്രവിച്ചു. നമ്മുടെ ശരീരത്തെ ഖബറടക്കപ്പെട്ടു. നമ്മുടെ ശരീരത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടായി. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഉറങ്ങുകയായിരുന്നു, ഉറക്കത്തെ പോലെയായിരുന്നു. പിന്നീട് ഒരു ദിവസമത നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. ഒരുപാട് മനുഷ്യർക്ക് നടുവിൽ നഗ്നരായി. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് തുണി മാറിപ്പോയ, അതിനുശേഷം നമ്മൾ പൊതുവിൽ നിന്ന് അറിയാതെ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ഉണരുന്നു. അങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ വിധിയാകുന്നു, അള്ളാഹുവിന്റെ കണക്ക് നോക്കലകളാകുന്നു, അള്ളാഹുവിന്റെ പിന്നെ വിചാരണയാകുന്നു. ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഉറങ്ങിയിട്ട് എണീറ്റതുപോലെ, ഉറങ്ങുമ്പോ നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ എണീക്കുമെന്ന്. പക്ഷേ ആ ബോധ്യത്തിനപ്പുറത്ത് മരണമാണ് ഈ ഉറക്കത്തിൽ സംഭവിച്ചതെങ്കിൽ, ഉറക്കത്തെ പോലെ സംഭവിച്ചതെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ടോ? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, ഉറപ്പാണ്, ഇവിടെ ഷാക്കിർ മൗലവി പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടും. ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവിടേക്ക് വരുമ്പോ കരുതി വെച്ചതുപോലെ നമ്മൾ കരുതി വെച്ചിരിക്കും. ഉറപ്പാണ്. നമ്മൾ ഓരോ ദിവസത്തേക്കും ആവശ്യമായ 14 ദിവസത്തേക്ക് വന്നവരുണ്ട് ഇവിടേക്ക്, 20 ദിവസത്തേക്ക് വന്നവരുണ്ട് ഇവിടേക്ക്, കൂടുതൽ ദിവസങ്ങളിലേക്ക് വന്നവരുണ്ട്, 25 ദിവസത്തേക്ക് വന്നവരുണ്ട് ഇവിടേക്ക് വരുമ്പോ
നമ്മൾ നമ്മുടെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡ്രസ്സിനടക്കം നമ്മുടെ തലച്ചോറിൽ കൃത്യമായ പ്ലാൻ ഉണ്ട്. എന്ത് ചെയ്യണം, ഓരോ ഡ്രസ്സിനെ കുറിച്ചും നമുക്ക് പ്ലാൻ ഉണ്ട്. പലരും എത്ര ദിവസം മിനയിലുണ്ടാകും, ആ മിനയിൽ എത്ര ദിവസം നമുക്ക് ആവശ്യമായ വസ്ത്രം ഉണ്ടാകണം, നമുക്ക് പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ എന്തുകൊണ്ടാണ്? നമുക്ക് വിവരമുള്ളത് കൊണ്ടാ, ബുദ്ധിയുള്ളത് കൊണ്ടാ, പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇതേപോലെ ബോധ്യം നമുക്ക് ഇപ്പറഞ്ഞ ജീവിതത്തെ കുറിച്ചുണ്ടോ? ഉണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് പറ്റണം. അത് കേവല വിശ്വാസമായിട്ടല്ല, എണ്ണി പറഞ്ഞ വിശ്വാസമായിട്ടല്ല, മറിച്ച് ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. അതുമുണ്ട്. എങ്ങനെയാണ് ആ ഉറപ്പ്? എന്നെ സംബന്ധിച്ചിടത്തോളം വൈയക്തികമായി ഉറപ്പാണ് എന്ന് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അത് പറയുന്നത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നത് കൊണ്ടാണ്. ആ ഖുർആൻ പറയുന്നത് കൊണ്ട് ഉറപ്പ് എന്ന് പറയാൻ എന്താണ് കാരണം? ഖുർആനുമായി നമ്മൾ അടുക്കുമ്പോ, ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമുക്ക് ഉറപ്പാകും, ഇത് കേവല വിശ്വാസമല്ല, ഞാൻ ജീവിക്കുന്നു എന്നത് എത്ര വലിയ സത്യമാണോ, എന്റെ സംസാരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് എത്ര വലിയ യാഥാർത്ഥ്യമാണോ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്നത് എത്ര വലിയ ശരിയാണോ, അതേപോലെ ശരിയാണ്, അതേപോലെ ഉറപ്പാണ്, അതേപോലെ ഒരു അനുഭവമാണ് മരണത്തിന് ശേഷമുള്ള ജീവിതം. ഇതെന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്ന ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഖുർആനുമായി നമ്മൾ ബന്ധമുണ്ടാകുമ്പോൾ നമുക്കത് ഉറപ്പാക്കുക. അപ്പൊ എനിക്ക് ഇന്ന് നിങ്ങളോട്, നമ്മളോട്, എന്നോട് എല്ലാം പറയാനുള്ളത് അത് മാത്രമല്ല, പരിശുദ്ധ ഖുർആനുമായി. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് അവരുടെ വേദഗ്രന്ഥം, ക്രിസ്ത്യാനികൾക്ക് അവരുടെ വേദഗ്രന്ഥം, നമുക്ക് നമ്മുടെ വേദഗ്രന്ഥം എന്ന ഒന്നല്ല ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ വർത്തമാനമാണ്. നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ പടച്ചവന്റെ വർത്തമാനം, പടച്ചവന്റെ വർത്തമാനമാണ്. ആ വർത്തമാനം കേൾക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, ആ വർത്തമാനമായി അനുഭവിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവുമായുള്ള ബന്ധം ഉണ്ടാകും. അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ടല്ല, ഖുർആനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ വർത്തമാനം നമുക്ക് കേൾക്കാൻ പറ്റും. പടച്ചവന്റെ വർത്തമാനം നിസ്കാരത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? പടച്ചവന്റെ വർത്തമാനം നമ്മൾ ഓതിയിട്ടുണ്ട്. ഫാത്തിഹ നമ്മൾ ഓതിയിട്ടുണ്ട്, ബിസ്മി നമ്മൾ ഓതിയിട്ടുണ്ട്, അൽഹംദു നമ്മൾ ഓതിയിട്ടുണ്ട്, റഹ്മാൻ റഹീം നമ്മൾ ഓതിയിട്ടുണ്ട്, മാലിക് യൗമുദ്ദീൻ നമ്മൾ അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഇയ്യാക നഅ്ബുദു നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പക്ഷേ അതൊരു വർത്തമാനമായി മാറിയിട്ടുണ്ടോ? പടച്ചവനോട്, നമ്മുടെ നാഥനോട് അതാകുക എപ്പോഴാണ്? ഖുർആനുമായി നമ്മൾ അടുക്കുമ്പോഴാണ്. അള്ളാഹുവിന്റെ വർത്തമാനം നമുക്ക് കേൾക്കാൻ കഴിയും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പരിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോ ഖുർആന്റെ അവതരണം അവസാനിച്ചു. ഇനി അള്ളാഹു വഹീ നൽകുകയില്ല തീരുമാനിച്ചു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവസാനിച്ചത് ഖുർആനിന്റെ അവതരണമാണ്. ഖുർആനിലൂടെയുള്ള അള്ളാഹുവിന്റെ സംസാരം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി ഖുർആനെ സമീപിച്ച മുസ്ലിങ്ങൾക്ക് പോലും ആ സംസാരം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പലരും അവരുടെ കുഫ്ർ വിട്ടിട്ട് ഇസ്ലാമിലെത്തിയത് ആ സംസാരം കേട്ടതുകൊണ്ടാണ്, അല്ലേ? ഖുർആനിനെ എതിർക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച ആളുകൾ, ഖുർആനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച ആളുകൾ, ഖുർആനെ വെറുപ്പിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച ആളുകൾ. ഇപ്പൊ അടുത്താണല്ലോ നമ്മൾ വായിച്ചത് ജോറാൻ വാൻ ക്ലവീരൻ എന്ന ഒരു ജർമ്മനി ഒരു നെതർലാൻഡുകാരൻ. അദ്ദേഹം ഇനി നെതർലാൻഡിൽ മുസ്ലിങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ച പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെയുള്ളയാൾ ആ കാരണം എന്താ വെച്ചാൽ അത്രയും തല്ലിപ്പൊളിയാണ്, അത്രയും മോശമാണ് ഇസ്ലാം, അത്രയും മോശമായ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തനം നടത്തിയാണ്. അവസാനം അദ്ദേഹം ആ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്തുകൊണ്ട് ഖുർആൻ പാടില്ല, എന്തുകൊണ്ട് ഇസ്ലാം പാടില്ല, എന്തുകൊണ്ട് മുഹമ്മദ് നബി അപകടം
എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയത്. പക്ഷേ ആത്മാർത്ഥമായ മനസ്സുമായി, നിഷ്കളങ്കമായ ഹൃദയവുമായി ഇത് അപകടകരമായ പുസ്തകമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഖുർആനെ സമീപിച്ചു. ഖുർആൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഖുർആനിലൂടെ അദ്ദേഹം പോയപ്പോ അവസാനം പകുതിയായപ്പോ അദ്ദേഹം ഖുർആനിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹം ഖുർആന്റെ മാസ്മേകരിക വലയത്തിൽ പെട്ടുപോയി. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ഇപ്പോ അദ്ദേഹം ഖുർആനിനെ കുറിച്ച് പുസ്തകം എഴുതുകയാണ്. അദ്ദേഹത്തെ എങ്ങനെ മാറ്റി അടുത്തുള്ള സംഭവമാണ്. ഇതൊരു അമുസ്ലിമിന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞത്, ഒരു നെതർലാൻഡുകാരുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. നമ്മുടെ എല്ലാം ഇടയിൽ ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ പെട്ടയാളാണ് പിന്നെ നിയാസിന്റെ സുഹൃത്ത്. അദ്ദേഹത്തോടൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് പെട്ടെന്ന് വന്നിട്ട്, നിയാസ്, ഞാൻ സെയ്ദ് ബിൻ ജോർജാണ്. ജോർജ് മറ്റൊരു ഒരു പ്രവീണായിരുന്ന ആൾ. അയാള് ഇങ്ങനെ പറയുമ്പോ നെട്ടാണ്. എന്താ കാര്യം? ഖുർആൻ മാറ്റി എന്നാണ് അദ്ദേഹത്തിന് ഉത്തരം. ഞാനത് പറയുന്നത് നമുക്കിടയിൽ തന്നെ അനുഭവങ്ങളുണ്ട്. ഞാനത് മറ്റേ അനുഭവം പറഞ്ഞത് പുറത്തു നിന്നുള്ളത് പറഞ്ഞത് അത് രേഖപ്പെടുത്തപ്പെട്ടത് കൊണ്ടാണ്. നമുക്കെല്ലാം മാറാൻ പറ്റും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടാൽ. ഖുർആനിലൂടെ അള്ളാഹുവിന്റെ വർത്തമാനം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ അതിന് കഴിയണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ആകെ അവതരിപ്പിക്കാനുള്ള ഒരു മെസ്സേജ് അതാണ്. നമ്മൾ ബുദ്ധിമാന്മാരാകണമോ അതല്ല ദുർബലരാകണമോ എന്ന ചോദ്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഷാക്കിർ മൗലവി അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിച്ചതെങ്കിൽ, നമുക്ക് അള്ളാഹുവുമായി ബന്ധമുണ്ടായാൽ, അള്ളാഹുവുമായുള്ള ഹൃദയബന്ധമുണ്ടായാൽ ഏത് സമയത്തും നമ്മൾ പിഴച്ചു പോകാൻ സാധ്യതയില്ലാത്ത വിധം നമ്മളെ പിടിക്കുന്നവനായി പടച്ചവൻ മാറണമെങ്കിൽ അള്ളാഹുവിന്റെ വർത്തമാനം നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. ആ വർത്തമാനമാണ് ഖുർആൻ. ആ ഖുർആനുമായി എടുക്കണം. ഖുർആനുമായി എടുക്കുക എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആശയങ്ങൾ ഖുർആനിലെ ഫാത്തിഹ നമുക്ക് അറിഞ്ഞ് പാരായണം ചെയ്യാൻ പറ്റണം. ഖുർആനിലെ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തെ തട്ടുന്ന രൂപത്തിൽ നമുക്ക് അറിയാൻ പറ്റണം. അതിന് ഉള്ളൊരു തുടക്കം കൂടി ആകട്ടെ ഈ ഹജ്ജ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ജനിച്ച കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി തിരിച്ചു പോകാൻ കഴിയണം. ഇനിയൊരു ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അറിയില്ല. ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഇതൊരു അസുലഭമായ ഒരു അവസരമാണ്. ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഹജ്ജിൽ പങ്കെടുത്ത പലരും ഇന്ന് അള്ളാഹുവിന്റെ വിധിക്ക് കാത്ത് ഖബറിലാണ്. നമ്മളും ഒരു ദിവസം, ഞാനും നിങ്ങളും ഒരു ദിവസം ഒറ്റപ്പെട്ട് ഖബറിലേക്ക് പോകും. മാറാനുള്ളൊരു നിമിത്തമായി ഇത് മാറണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെയുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ആരോഗ്യത്തിലാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം, ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ഖുർആനുമായി എടുക്കാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പിരിയുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ച കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി തിരിച്ചു പോകുന്ന, സ്വർഗം സമ്മാനം ലഭിച്ച് തിരിച്ചു പോകുന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് തിരിച്ചു പോകുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.